ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ? ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിസ്കാരവും മോളെ മദ്രസയിൽ പറഞ്ഞയക്കലൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ വന്നു. അപ്പോൾ ഇന്ന് ചായക്ക് കടിക്ക് ദോശയാണ്. അപ്പോൾ ആദ്യം ദോശയൊക്കെ ചുട്ടെടുത്തിട്ട് പിന്നെ ചൂടിനിൽ വെള്ളം വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അതിന് തീ കത്തിക്കുകയാണ് കേട്ടോ. ദോശൻ്റെ മാവ് ഇന്നലത്തെ ബാക്കി ഉണ്ടായിനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അപ്പവും ചുടണം. അപ്പോൾ അങ്ങനെ ഒരു ദോശ ചുട്ടപ്പോഴാണ് മോൻ വന്ന് പറഞ്ഞ് എനിക്കിന്ന് നേരത്തെ പോകണം, അവന് ചോറ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദോശ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അരിയിട്ടിട്ട് ആയി കിട്ടൂലല്ലോ. അപ്പോൾ വേഗം നേരെ അതയിമെന്ന് ഗ്യാസുമ്മക്ക് മാറ്റി. അപ്പോൾ പിന്നെ അടുപ്പത്തേക്ക് വേഗം കുടുക്കയിൽ വെള്ളം വെച്ചിട്ടോ, ചോറിനില്ല വെള്ളം വെച്ചു. മോൾക്ക് മദ്രസ രാവിലെ 6 മണിക്കാട്ട് തുടങ്ങുക, പിന്നെ 7:00 വരിക. അവൾക്ക് പിന്നെ സ്കൂൾക്ക് വേണ്ടി ഒരു 10 മണിയാകുമ്പോഴേക്കിനേ വരുള്ളൂ. അപ്പോൾ അവൾക്ക് പിന്നെയും ടൈമുണ്ട് കേട്ടോ. മോനിക്ക് നേരത്തെ പോകണം, അവന് 8:30 അവന് പോകണം കേട്ടോ. പിന്നെ ചോറും കൂട്ടാനൊക്കെ ആവണം. കറിയൊന്നും വേണ്ട കേട്ടോ, ചോറും ഒരു ഉപ്പേരിയും അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി കേട്ടോ. അപ്പോൾ ദോശ ചുട്ടോണ്ടിരിക്കുന്നുണ്ട്, ചായക്കുള്ള വെള്ളം വെച്ചു. പിന്നെ അപ്പം കുറച്ച് അപ്പത്തിന് പിന്നെ അപ്പം ചുട്ടെടുക്കുന്നത് പൊടി കലക്കിക്കാണ്ട് പാരിയാണ് കേട്ടോ. പൊടി എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ ഒന്നുണ്ട് അരച്ചെടുക്കുകയാണ്. നല്ല നൈസായിട്ടുള്ള അപ്പം കിട്ടും കേട്ടോ. പൊടി ഒന്ന് മിക്സിയിലിട്ടുണ്ട് അരച്ചെടുത്തിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ. വെള്ളമൊക്കെ ചൂടായി വന്നപ്പോൾ വേഗം അരിയൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ ചായയിൽ പൊടി ഇടുമ്പോൾ ഒരു 2 ഏലക്ക കുത്തിയിടും കേട്ടോ. ചിലപ്പോൾ ഒരു പട്ടൻ്റെ കഷ്ണമാണ് ഇടൽ. അങ്ങനെ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടാകുമ്പോൾ വേറൊരു രസമാണ് കേട്ടോ ചായക്ക്. അപ്പോൾ അത് അരിയൊക്കെ ഇട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുകയാണ്. പിന്നെ ഇന്ന് ഉപ്പേരിക്ക് ബീൻസാണ്. അപ്പോൾ ബീൻസൊക്കെ അരിഞ്ഞ് കുക്കറിൽ ഇടുകയാണ്. എന്നാൽ പെട്ടെന്നാവും. ഒരു വിസിലിൻ്റെ അടിച്ചിട്ട് അത് കടുർത്തെടുക്കലാണ് ചെയ്യൽ. കടുറുക്കുക എന്ന് പറയുന്നത് വറവിട്ട് എടുക്കലാണ് എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ അപ്പത്തേക്ക് കൂട്ടാൻ ഉള്ളി റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഉള്ളി റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിൽ ഉള്ളിയൊക്കെ വെട്ടി അത് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ അത് ആ സലാം പറഞ്ഞുകൊണ്ട് ഇതാക്കാന്ന് പച്ചമുളകൊക്കെ കയറി വരുന്നുണ്ട്. കയ്യിൽ പാലും കുപ്പി ഉണ്ട്. അത് ഓള് ഇവിടെ ഈ സ്റ്റെപ്പുമ്പോൾ തന്നെ താത്ത കൊടുന്ന് വെക്കണതാണ് കേട്ടോ രാവിലെ. അപ്പോൾ അതെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം കണ്ടപ്പം. അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. നേരത്തെ ആയിട്ടുണ്ടെങ്കിലും മോനും പറയും, മോനോട് ചായ കുടിച്ചട്ടോ എന്ന് പറഞ്ഞാലും പറയും സച്ചുമോൾ വന്നിട്ട് ചായ കുടിക്കുക നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് തന്നെ ചായ കുടിക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും ഒപ്പം ഇരുന്ന് ചായ കുടിക്കുമ്പോൾ അല്ലേ വർത്താനം പറഞ്ഞിരുന്ന് കുടിക്കുമ്പോൾ അതൊരു വേറെ രസമാണല്ലോ. അപ്പോൾ അവർ നേരം വെക്കുന്നുണ്ടെങ്കിലും പറയുള്ളൂ ഇപ്പോൾ വരാനിരിക്കണമല്ലോ വന്നിട്ട് മതി. പിന്നെ വേഗം ബീൻസ് റെഡിയാക്കണം കേട്ടോ. അതിക്ക് കുറച്ച് തേങ്ങയും മുളകൊക്കെ ചായക്കിട്ടിട്ട് അത് വറവിട്ട് എടുത്തിട്ടോ. പിന്നെ ചോറ് കൊണ്ടുപോയി വാഴയിൽ പൊടിച്ചോറാക്കിയിട്ടോ കൊണ്ടുപോകാറ്. അപ്പോൾ അതൊക്കെ അങ്ങനെ വാട്ടിയെടുത്തു. അപ്പോൾ ചോറും ഉപ്പേരും പിന്നെ മുളക് പൊരിച്ചതായിട്ട് വെച്ചെടുത്തിട്ടുള്ളത്. അത് ചോറിൽ വെച്ചിട്ടില്ല, വേറെ വെച്ച് കൊടുത്തിട്ടാണ്. അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ മോന് പോയിട്ടോ. പിന്നെ മോൾക്ക് പോകാനായി. അവളങ്ങനെ മാറ്റിയാണ്ട് വണ്ടി വന്നപ്പോൾ അവളെയും പറഞ്ഞേക്ക് പിന്നെ അടിക്കലും തുടക്കലും തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കറി ഉണ്ടാക്കി. പിന്നെ തൈര് കൊണ്ട് എളുപ്പത്തിലൊരു കറിയാട്ടം ഉണ്ടാക്കിയിരിക്കണത്. അങ്ങനെ അതൊരു ഉള്ളിയൊക്കെ വാട്ടിയിട്ട് ഒക്കെ തൈര് ഒഴിച്ചിട്ട് അങ്ങനെ കറി ഉണ്ടാക്കി. പിന്നെ ചോറൊക്കെ വേവിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.